ഇതൊരു വൃത്തിയുടെ തന്നെയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അഭംഗി തന്നെയാണ്, ആ ലൈൻ ഇങ്ങനെ നിൽക്കുന്നുള്ള. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മെഡിസിൻ നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് വരുന്നത് 30 രൂപയാണ് മെഡിസിൻ. 30 രൂപ തന്നെയാണ് വരുന്നത്. മീനിനും ഫിഷസിന് വേറെ ഇഷ്യൂസ് വേറെ കാര്യങ്ങളൊന്നുമില്ല, ചെയ്യാം. പക്ഷെ ഒരുപാട് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കൊന്ന് തേച്ച് നോക്കാം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് നമ്മൾ ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഈ ഒരു സൈഡിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് തേച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിയും. നമുക്ക് ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു ലൈൻ ഇട്ടിട്ട് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് തേച്ച് നോക്കാം. നമസ്കാരം, കേരള വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പ്രത്യേക ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മളിപ്പം കറക്റ്റായിട്ട് ആയിരിക്കുന്നത് തിരുവോണം ഫിഷ് ഫാമിലാണ്. തിരുവോണം നമുക്ക് ട്രിവാൻഡ്രത്തിലുള്ള മിക്ക സുഹൃത്തുക്കൾക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഫിഷ് ഫാമാണ്. 2 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത ഒരു ക്ലീനർ, നമ്മുടെ ടാങ്ക് ക്ലീനർ അത് കണ്ടുപിടിച്ചെന്ന് നമ്മൾ കേട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടുത്തെ ചേട്ടൻ തന്നെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി. ചേട്ടാ, വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ഒരു സ്വാഗതത്തിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെ മെഡിസിൻസും ബാക്കിയുള്ള കാര്യങ്ങൾ ആക്ച്വലി തിരുവോണ ഫിഷ് ഫാമിൽ നിന്ന് 3 ടൈപ്പ് മെഡിസിൻസും ഒരു ടാങ്ക് ക്ലീനറുമാണ്. മെഡിസിൻസ് ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. നമ്മളിവിടെ മീനുകൾക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇവിടെ നമ്മളത് പരീക്ഷിച്ച് വരികയായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഞാൻ ഈ ചെയ്തത് മാത്രമല്ല, മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. അപ്പം അതൊന്നും ഫിഷിക്ക് എഫക്റ്റ് ആകാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നാലോ എന്നൊരു ഐഡിയ ഇടുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ കാലക്രമേണ വർഷങ്ങളായിട്ടെല്ലാം നമ്മൾ പണ്ടുള്ള പനിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡോളോയുടെ 150-200 കഴിക്കുമായിരുന്നു. പിന്നെ ആകുമ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഇന്ന് മാർക്കറ്റിലുള്ള മെഡിസിൻസ് മീൻ എഫക്റ്റ് ആകുന്നില്ല എന്നൊരു സിറ്റുവേഷൻസ് വന്നപ്പോൾ ഒരു മാറി ചിന്തിച്ച് നമ്മൾ മാറ്റി നമ്മൾ മാർക്കറ്റിലോട്ട് വിപണനം സാധ്യതയാക്കി ചെയ്തു. അങ്ങനെ നമ്മൾ അക്വാമാജിക് എന്നുള്ളൊരു പേരിൽ 3 മെഡിസിൻസ് ചെയ്യുന്നുണ്ട്. മെഥിലിൻ ബ്ലൂ, അക്രാഫേമിങ്, ഗ്രീൻ മെഡിസിൻസ്. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം, പിന്നെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇന്ന് നമുക്ക് നോക്കുന്നത് നമുക്ക് ഗ്ലാസ് ടാങ്ക് ക്ലീനർ എന്ന് പറയും. ആക്ച്വലി ഇതാണ് ആ പ്രോഡക്റ്റ് വരുന്നത്. ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്താണല്ലോ. അതെ, സെയിൽ ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ നമ്മളിപ്പോൾ ഇത് ഡെലിവറി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മാർക്കറ്റിൽ ഫുൾ നല്ല ഡിമാൻഡുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. മീൻസ് ഇതേപോലത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇല്ല. പിടിച്ച് നിൽക്കത്തക്ക രീതിയിൽ അങ്ങനെ വരുന്ന ഒരുപാട് കമ്പനീസോ വേറെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ പുറകിൽ എത്ര അധ്വാനമുണ്ട്? ഈ അധ്വാനം എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഫീൽഡിൽ വന്ന് തുടങ്ങിയ സമയത്ത് തൊട്ട് നമ്മൾ ഫേസ് ചെയ്ത പല പ്രോബ്ലംസിനെയും നമ്മളത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഇതിനിപ്പം ഇപ്പോൾ 6 മാസത്തെ ചിലർ പറയുന്നത് ഞങ്ങൾ എൻ്റെ 10 വർഷത്തെ എഫോർട്ട് എന്ന് പറയുന്നില്ല. നമ്മൾ എന്ന് മുതൽ ഫീൽഡിൽ നമ്മൾ വന്ന് തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തിയാലേ നമുക്ക് ഇതിൽ ഫീൽഡിൽ നിൽക്കാൻ കഴിയുള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ജനങ്ങളിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലയൻസിലോട്ടോ എത്തിക്കുക, അതിനൊരു മാർക്കറ്റ് പ്രോഡക്റ്റ് ആക്കി എന്നുള്ളതേ ഉള്ളൂ. ആ മെഡിസിൻസിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്, ഇതിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു അക്വേറിയം വീട്ടിൽ ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരാൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഈ പറയുന്നത് ലൈന് വരുന്നത്. നമുക്കത് ഞാൻ പറയുന്നതിനെക്കാട്ടിയും കുറച്ച് പേർക്ക് അറിയായിരിക്കും. നമുക്കൊരു ഗ്ലാസ് കാണിച്ചിട്ട് എക്സ്പീരിയൻസോടെ നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ എല്ലാവരും വീട്ടിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഈ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്ന വെള്ളം ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പം ഈ ഒരു സാൾട്ടും സോൾട്ട് വേസ്റ്റൊക്കെ വന്ന് അടഞ്ഞു വരുന്ന ഈ ഒരു ലൈനാണ്. ഇത് ശ്രദ്ധിച്ചറിയ ടാങ്കിലുണ്ട്. ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്ത ടാങ്കാണ്, അതുകൊണ്ടാണ് ഒരുപാടില്ലാത്തത്. ചില ടാങ്കുകളിൽ നമ്മൾ നോക്കി കാണും ഒരുപാട് വളരെ ഹാർഡായിട്ടുണ്ടായിരിക്കും. ഇതൊരു വൃത്തിയുടെ തന്നെയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അഭംഗി തന്നെയാണ്, ആ ലൈൻ ഇങ്ങനെ നിൽക്കുന്നുള്ള. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മെഡിസിൻ നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് നമ്മൾ സാധാ ചെയ്യുന്നത് ഈ മെഡിസിൻ നമ്മൾ സ്ക്രബ്ബറോ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷനോ മറ്റെന്തെങ്കിലും അലർജിറ്റിക് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. സ്ക്രബ്ബേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുക, പാത്രം തേക്കത്തക്കരയിൽ എന്തെങ്കിലും സ്ക്രബ്ബേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഈ മെഡിസിൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വളരെയധികം പവർ കുറച്ചിട്ടാണ്.
മീൻസ് ഇത് ഈ നേരത്തെ നമ്മൾ എത്ര വർഷമായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റേഷ്യോ ഉണ്ട്. അത് കണ്ടുപിടിക്കാനായിരുന്നു ഇത് എത്രത്തോളം പാടുള്ളത്. അത് പുറത്ത് നമ്മൾ വിടുന്നില്ല, കാരണം അതൊരു ട്രേഡ് സീക്രട്ട് തന്നെയാണ്. പക്ഷെ അതിനൊരു റേഷ്യോ വളരെയധികം കുറച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ഉള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ ക്ലീൻ ആവുള്ളൂ. സാധാരണ രീതിയിൽ ചെറിയ സൈസ് സ്ട്രെയിനുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള സ്ക്രബ്ബേഴ്സിൽ ഈ മെഡിസിൻ വളരെ കുറച്ച് ലൈറ്റായിട്ട് ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഞാനൊന്ന് ഓവറോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് റെഡിയാക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം പഴക്കമുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് സ്ട്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡ്രൈ ആക്കി എപ്പോഴും ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഉണങ്ങിയിരിക്കുന്ന സമയത്ത് ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും. അതുകൂടാതെ മീൻ കിടക്കുമ്പോഴും ഇത് അപ്ലൈ ചെയ്താൽ പ്രോബ്ലം ഇല്ല. ഇത് നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ ജസ്റ്റ് ഒരു ചെറിയൊരു 2 to 3 ഡ്രോപ്പ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് വരില്ല. ഒരുപാട് ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരക്കെ റൈസേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സ്ക്രാപ്പ് ചെയ്യേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അല്ലാതെ രീതിയിൽ റെഗുലർ യൂസിന് നമ്മളിത് യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. മീനിനും ഫിഷസിന് വേറെ ഇഷ്യൂസ് വേറെ കാര്യങ്ങളൊന്നുമില്ല, ചെയ്യാം. പക്ഷെ ഒരുപാട് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വെള്ളം മാറ്റി ഒന്ന് ഉണക്കിയ ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ ഇത് എന്നാൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഇരിക്കുന്നത് ഈ വേറെ ഏതെങ്കിലും മെഡിസിൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം തൊട്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു തുള്ളി വെള്ളം തൊട്ട് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടില്ലേ ആ ഒരു വ്യത്യാസം അപ്പോഴത്തേക്ക് മാറി എന്ന് തോന്നും. ഇപ്പം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റും, വീണ്ടും ഇതെങ്കിലും വരും. അപ്പോൾ ഈ മെഡിസിൻസ് കൊണ്ട് പിന്നെ ഉപയോഗം ഇല്ല എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല, നമ്മളത് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയിട്ട് ഒരു തുള്ളി വെള്ളം ഇല്ലായിരിക്കുന്ന സമയത്തും പക്ക രീതിയിൽ ഇത് ക്ലീൻ ആണ്. ചെക്ക് ചെയ്യാം. വളരെ കുറച്ച് മതിയല്ലേ? വളരെ അത്യാവശ്യം വളരെ കുറച്ച് മാത്രം എടുക്കുക. ജസ്റ്റ് നമ്മളെ ടാങ്കിൻ്റെ എവിടെയാണോ ഇതുള്ളത് ഓവറോൾ തേക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തേക്കേണ്ടത് ഈ എവിടെയാണോ ഈ ഒരു പ്രോബ്ലം ഉള്ളത് അവിടെ ഇതിനെ നമ്മൾ സ്ക്രബ് ചെയ്യുക. ഗ്ലാസ്സിൽ ഫംഗലാണെന്നുണ്ടെങ്കിൽ മീൻസ് നമുക്ക് ഗ്ലാസ്സിൽ ഫംഗലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗ്ലാസ്സിൽ ഫംഗലുണ്ട്, ഈ സ്ട്രെയിൻ വേറെ, രണ്ടാണ്. പക്ഷേ ഫംഗലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് മാറ്റാൻ പറ്റും. ഇത് ഡയറക്റ്റ് അപ്ലൈ ആണോ അതോ നമുക്ക് ഇല്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മീൻ കിടക്കുമ്പോഴും ഇപ്പോഴും നമ്മൾ ഫാമിൽ മീൻ കിടക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ വേണമെങ്കിലൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കൊന്ന് തേച്ച് നോക്കാം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് നമ്മൾ ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഈ ഒരു സൈഡിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് തേച്ച് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിയും. നമുക്ക് ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു ലൈൻ ഇട്ടിട്ട് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് തേച്ച് നോക്കാം. തെളിഞ്ഞു വരില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിസിൻ നമ്മൾ അപ്ലൈ ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആവില്ല. പലരും ചോദിക്കാറുണ്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് അതിന് പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ചോദിക്കാറുണ്ട്. നമുക്ക് ക്ലോത്ത് ഇട്ട് തുടങ്ങണം. ഫോർ ബെറ്റർ എന്ന് പറയുന്നത് വാഷ് ചെയ്യുന്നത് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷെ ഇന്ന് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം പകുതി തേച്ച് വയ്ക്കുന്നുള്ളതുകൊണ്ട് മൊത്തത്തിൽ കഴുകി കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയില്ല. നമുക്കൊന്നൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് ആ ഒരു പോഷൻ മാത്രമാവുന്നു എന്നുള്ളത് കാണിക്കാൻ കണക്കിന്. നമുക്ക് ഈ ഒരു മെഡിസിൻ നമുക്ക് ചെയ്തെടുക്കാൻ എത്ര വർഷം എടുത്തു വേണം കേട്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മാർക്കറ്റിൽ നമുക്ക് സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് വേറെ കാര്യങ്ങൾ ഇല്ലായിരുന്ന സമയത്താണ് എന്താണ് ഇതിൻ്റെ ഒരു നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിഷയം, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും ഇല്ലേ? നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് കൈയും കാലൊക്കെ പൊള്ളിച്ചു. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണല്ലോ. അതാണല്ലോ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം.
സ്റ്റോക്ക് ഉണ്ടാവും. നമ്മളിവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാനിത് ഓവറോൾ ഇന്ത്യ ഫുള്ളായിട്ട് നമുക്കിപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ട് അതിന് ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അതൊരു കാര്യം. പിന്നെ അത് കൂടാഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻ, ഞാൻ സാധാരണ ഇതിപ്പം ഡ്രോപ്പായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമറുടെ നമ്മളിത് ഉപയോഗിക്കാൻ കൊടുത്ത ശേഷം അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അവർ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്, മീൻസ് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതായിരുന്നു. പണ്ട് ഇത് ഇങ്ങനെ ആയിരുന്നില്ല. ഈ സ്റ്റിക്കർ പോലും ഞാൻ വലിയ രീതിയിൽ ഇങ്ങനെ ചെയ്തിരുന്നില്ല. അല്ല, നോർമൽ മെഡിസിൻസ് വാങ്ങിക്കുന്നവർക്കറിയാം, തിരുവനന്തപുരത്ത് ജസ്റ്റ് ചെറിയൊരു സ്റ്റിക്കറാണ് ചെയ്തത്. അപ്പോൾ അതിനൊരു ബ്രാൻഡഡ് ആക്കണം എന്നൊരു ഐഡിയയിലാണ് അത് ഞാൻ ചെയ്തത്. ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് ഉണങ്ങിയിട്ടില്ല, ബട്ട് അറിയാൻ കഴിയും ആ ഒരു വ്യത്യാസം. ഒരു 5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ സ്ക്രബ് ചെയ്യാം. പക്ഷേ നോർമൽ രീതിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫ്രഷ് വാട്ടറിൽ എത്രത്തോളം നല്ല പ്രാവശ്യം കഴുകാൻ പറ്റുമോ കഴുകുക. കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാഷ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. നമുക്ക് പ്രൈസ് റേഞ്ച് എങ്ങനെയാണോ? ഇത് വരുന്നത് 30 രൂപയാണ്. മെഡിസിൻ 30 രൂപ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് തുടച്ചിട്ട് കാണിക്കാം. വാഷ് ചെയ്യുന്നതാണ് സേഫ്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നതാണ് സേഫ്. നമ്മളിവിടെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല മാറ്റം, നല്ലൊരു ചേഞ്ച്. നമുക്ക് ഇപ്പുറത്തെ സൈഡുള്ളത് ഞാൻ തുടച്ചിട്ടില്ല ഈ ഒരു ഭാഗം, എന്നാലും നമുക്ക് അറിയാൻ പറ്റും. ഇത് ഈ ഒരു സൈഡിലുണ്ടായിരുന്ന സ്ട്രെയിൻ ഉണ്ട്, ഈ സൈഡിൽ നമ്മളത് മെഡിസിൻ തേച്ചിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ നല്ലൊരു സ്ഥലത്ത് വെച്ച് കുറച്ചുകൂടിയൊക്കെ നല്ല അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല, നമുക്ക് പുതിയ ടാങ്കാക്കി തന്നെ ഏകദേശം എടുക്കാൻ പറ്റും. വാഷ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്മളിപ്പോൾ ഓവറോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ചെയ്തിട്ടുള്ളേ ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസുമാണ്. അക്യൂറി ഇട്ടേക്കുന്നവർക്ക് സെയിൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് വരുമ്പോൾ അങ്ങനെ ഹോൾസെയിൽ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് നമുക്കിത് റെഗുലറല്ലേ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ജീവിതകാലം ആ സ്ട്രെയിൻ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വീണ്ടും ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്ന ഇതിങ്ങനെ വച്ചിരുന്നാൽ ഓക്കെ ഫൈൻ. ഇതിങ്ങനെ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രെയിൻ വരില്ല, കാരണം വേറെ വാട്ടർ തട്ടുന്നില്ലല്ലോ. അതേസമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ലൈന് വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓരോ പ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വ്യത്യാസം ടാങ്കിലുണ്ടാവും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓവറോൾ എങ്ങനെയുണ്ട്? റിസൾട്ട് ഉണ്ട്. അതെ അതെ. അത് നമ്മൾ എത്രയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ, ചിലർ ചോദിക്കാൻ കൊണ്ടുപോകുന്നവർക്ക് അത് മനസ്സിലാവും. മീൻസ് ഇപ്പം എങ്ങനെ ഇപ്പം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് കറക്റ്റാണ് മനസ്സിലാവും. റെഗുലർലി അവർക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ടും അതിനകത്തുണ്ടാവും. ഒരുപാട് കസ്റ്റമേഴ്സ്. പക്ഷേ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഇപ്പം അവർക്കൊരു ഒരു പേടിയായിരിക്കും ഇത് എങ്ങനെ എന്നുള്ളത്. മെഡിസിൻസിലും അത് വരുന്നുണ്ട്. കാരണം മാർക്കറ്റിലൊരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങും. മാർക്കറ്റിൽ പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് അത് ആൾക്കാരിലോട്ട് എത്താൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. മീൻസ് അത് ആൾക്കാരിലോട്ട് എത്താൻ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതേ ബാക്കിയുള്ളവർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യം തന്നെ. അതെ അതെ അതെ. ഏറ്റവും വലിയൊരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അതിനൊരു മെയിൻ ഉദാഹരണമേ ഞാൻ തന്നെയാണ്. അറിയാലോ, നമ്മൾ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടിപ്പും കാര്യങ്ങളും അത് വേറൊരാളത്ത് പറഞ്ഞു അല്ലാതെ വന്നിട്ടുള്ളവർക്ക് അറിയാം റോഡ് സൈഡിൽ വളരെ ഉള്ളിലാണ്. അപ്പം ഒരു ഡിസ്പ്ലേ വയ്ക്കത്തക്ക രീതിയിലുള്ള ടാങ്കോ അകത്ത് യാതൊരു കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഏകദേശം 5 വർഷം കവർ ചെയ്ത് കഴിഞ്ഞു. ശേഷം വീട്ടിൽ തന്നെ നല്ലൊരു വർഷം, ഒരു 4-5 വർഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം കൊണ്ട് കയറിയതാണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കഴിയും ആ ഒരു വ്യത്യാസം. ഇപ്പം ജസ്റ്റ് സൂം ചെയ്താൽ അറിയാൻ പറ്റും ആ ഒരു വ്യത്യാസം. ഇത് ഇത്രയും ദൂരം നമ്മൾ തേക്കാതെ വിട്ടതും ഇത്രയും ദൂരം ആ ഒരു മെഡിസിൻ തേച്ചതുമാണ്. നല്ല വ്യത്യാസമാണ്. നമുക്കൊരു ആ ഭാഗം കൂടി നല്ല രീതിയിൽ ഒന്ന് തേച്ച് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കത്തക്ക രീതിയിൽ നല്ല രീതിയിലാണ്.
ഫ്രണ്ട് ഭാഗവും നമ്മൾ ജസ്റ്റ് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലരും ഈ ഭാഗം മാത്രം ഏത് ഭാഗം മാത്രം അകം മാത്രം തേക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഡിസ്പ്ലേ വരുന്ന ഫ്രണ്ട് ഭാഗവും നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നീറ്റായിട്ട് നിൽക്കും. ജസ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്താൽ മതി. സാധാരണ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനകത്ത് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുകയും വളരെ ബെറ്ററായിട്ട് നമുക്കത് ചെയ്യാനും പറ്റും. 10 മിനിറ്റത്തെ പരിപാടി. അത് ടാങ്കിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് വലിയ ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. പിന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരുപാട് ഹാർഡായിട്ടുള്ള പ്രോഡക്റ്റ് അതിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. ചില ടാങ്ക് അങ്ങനെ വർക്കുകളും വരുന്നുണ്ട് നമുക്ക്. മീൻസ് ഇപ്പം ഈ ഓഫീസിലെല്ലാം 10-12 വർഷമായിട്ടിരിക്കുന്ന ടാങ്കുകളുണ്ട്. നല്ല രീതിയിൽ ഈ സ്ട്രെയിൻ കൊണ്ട് മാത്രം വെള്ളം നിറച്ച് മീനിടാത്ത ടാങ്കുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വർക്ക് വരുന്നുണ്ട്. വളരെ ടൈം എടുത്ത് മാത്രം, ചിലപ്പോൾ ഒരു ടൈം മാത്രം കൊണ്ട് ചിലപ്പോൾ അത് ക്ലിയർ ആവില്ല. കാരണം വർഷങ്ങളുടെ ഡെപ്പോസിറ്റാണ്. മീൻസ് ഈ മെഡിസിൻ നമുക്ക് പവർ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. വർഷങ്ങളുടെ ഡെപ്പോസിറ്റ് ഉള്ളതാകുമ്പോൾ നമുക്കൊരു കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. കൂടുതൽ ടൈംസ് എന്താ, ചിലപ്പോൾ നമ്മൾ ടൈം അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചെയ്ത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതൊരു പുതിയ ടാങ്കാക്കി എടുക്കാൻ പറ്റും. നമുക്കിപ്പം കൊറിയർ ചെയ്യുന്നുണ്ട് ചേട്ടൻ നേരത്തെ പറഞ്ഞു. നമുക്കിത് ബൾക്കായിട്ട് ഒരാൾ എടുക്കുമ്പോൾ ഹോൾസെയിലാണ് മിനിമം എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും ഹോൾസെയിൽ പ്രൈസ്? ഇപ്പം പറയുന്നത് മിനിമം 10 പറയുന്നത്. അപ്പം 10 എടുക്കുമ്പോൾ ഇതിപ്പോൾ 25 രൂപയായിട്ടാണ് ഹോൾസെയിൽ പ്രൈസ്. അങ്ങനെ പുറത്തങ്ങനെ വലിയ രീതിയിൽ പറയാറില്ല. 25 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. 10 പീസ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഷിപ്പിംഗ് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് പലരും പറയുന്ന ഒരു പീസിനൊക്കെ ഷിപ്പിങ്ങിന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അത് ഞാൻ കൂടുതൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരികയാണെങ്കിൽ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് 30 രൂപയുടെ പ്രോഡക്റ്റിന് ഇപ്പോഴത്തെ മിനിമം ഷിപ്പിംഗ് കോസ്റ്റ് 80 രൂപയൊക്കെയാണ്. അപ്പോൾ 80 രൂപ അവിടെ ഈടാക്കേണ്ടി വരും. അപ്പോൾ ആ പ്രോഡക്റ്റിന് 100 രൂപയ്ക്ക് മുകളിൽ പോകും. നമ്മളുടെ പ്രോഡക്റ്റിന് അത്രത്തോളം മാർക്കറ്റ് അത്രത്തോളം റേറ്റ് കൊടുത്ത് അവർ വാങ്ങിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, പണ്ടത്ത് വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഷിപ്പിംഗ് ഓർഡർ എടുക്കുന്നവർ എന്ത് ചെയ്യുക, അതേപോലെയുള്ള അടുത്തുള്ള കടകളിൽ, ഇപ്പോൾ ഇത് മിക്ക അടുത്ത കടകളിൽ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തുള്ള കടകളിൽ അന്വേഷിക്കുക, എടുക്കാൻ നോക്കുക. ഷോപ്പ് വരെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെയാണ്, നമുക്ക് മിനിമം 10. പക്ഷേ അവരുടെ ആ ഷിപ്പിംഗ് കോസ്റ്റ് ടാലി ആക്കത്തക്ക രീതിയിലുള്ള ഓർഡേഴ്സ് ആണെങ്കിൽ അവർക്കത് ലാഭമായിരിക്കും. കാരണം അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇതിപ്പം സെയിൽ ചെയ്യാൻ പറ്റുന്നത് 50 രൂപ റേറ്റ് MRP ആണ്. ഇതിൽ 10% ഒരു സെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഷോപ്പിൽ 30 റുപ്പീസിന് കൊടുക്കുന്നതാണ്. ഇത് മാക്സിമം വിൽക്കാൻ കഴിയുന്നത് 50 രൂപയ്ക്കായിരിക്കും. 50 രൂപയ്ക്കാണ് അവർ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊരു ഷിപ്പിംഗ് കോസ്റ്റും കാര്യങ്ങളെല്ലാം വരും. ഇപ്പോൾ ഇതൊരു ട്രെയിൽ റണ്ണ് എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ 100 ml ബോട്ടിൽ വരുന്നത് ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് 30 രൂപയാണ്. ഇത് ബാക്കി കടകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിന് അവർക്ക് വിൽക്കാൻ കഴിയുന്നത് ഈ പറയുന്നത് പോലെ 50 രൂപയിൽ കൂടില്ല. MRP എന്ന് പറയുന്നത് 50 രൂപയാണ് നമ്മൾ മാക്സിമം അത് പ്ലാൻ ചെയ്യുന്നത്. ആ എമൗണ്ടിനകത്തായിരിക്കും ഇത് നിൽക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ അവർക്ക് ഷിപ്പിംഗ് കോസ്റ്റ് ടാലി ആവണം. അപ്പോൾ എല്ലാം പറയും ഇവിടെ 30 ഉള്ളൂ, അവിടെ വരുന്ന അവർക്കൊരു ഷിപ്പിംഗ് കോസ്റ്റിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മൾ മാക്സിമം അത് മാർജിൻ കുറച്ചിട്ട് തന്നെയാണ് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കണ്ട തിരുവോണ ഫിഷ് ഫാമിൻ്റെ സ്വന്തം പ്രോഡക്റ്റായ ഒരു ടാങ്ക് ക്ലീനറിൻ്റെ വിശേഷമാണ്. അത് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ പറ്റും. അതെ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് പ്രോഡക്ട്സ് ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മെഡിസിൻസ്. ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഒരു 3 മെഡിസിനും കൂടെ പരിചയപ്പെടുത്താറുണ്ട്. അതെ, നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് ഇതുപോലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞാൽ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. കൊറിയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും എളുപ്പം അടുത്തുള്ളവർ വന്നെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭം. അതെ. അപ്പോൾ നമ്മളെന്തായാലും ഫോൺ നമ്പർ നമ്മളെന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.